മൂവാറ്റുപുഴ എംഎൽഎയുടെ ആവശ്യപ്രകാരം റോഡ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. മൂവാറ്റുപുഴ ട്രാഫിക് എസ്ഐ KP സിദ്ദീഖിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് നടപടി. പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നാടകം കളിച്ചു എന്ന് കാണിച്ച് CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിവാദം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്താണ് വിവരങ്ങൾ, ലാൽകൃഷ്ണൻ? ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂവാറ്റുപുഴ നഗരത്തിൽ MC റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടനം നടന്നത്. MLA മാത്യു കുഴൽനാടനാണ് ഉദ്ഘാടനത്തിന് എത്തിയെങ്കിലും അവിടെ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന KP സിദ്ദിഖ് എന്ന് പറയുന്ന SIയോട് ഉദ്ഘാടനം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഒരു MLAയുടെ നിർദ്ദേശം എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ അത് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും MLAയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നാട് മുറിച്ച് വാഹനങ്ങളെ കടത്തിവിടാൻ വേണ്ടി മുന്നോട്ട് പോയി. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ വിവാദങ്ങൾ CPIM ഏറ്റെടുക്കുകയായിരുന്നു. MLA രാഷ്ട്രീയ നാടകം കളിക്കാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ വിവാദങ്ങളെ മറികടക്കാനുള്ള നീക്കമാണ് MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് CPIM ഏരിയ കമ്മിറ്റി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നാലെയുമാണ് നിലവിൽ സസ്പെൻഷൻ ഉത്തരവിലേക്ക് വന്നത്. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തതിനാണ് നടപടി വന്നിരിക്കുന്നത്. പക്ഷേ MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് കഴിഞ്ഞ 2-3 മാസമായി നഗരത്തിലുണ്ടായ വലിയ ഗതാഗതക്കുരുക്ക് നിയന്ത്രിച്ചിരുന്നത് ഈ ട്രാഫിക് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അവരോടുള്ള ബഹുമാനപൂർവ്വമാണ് അവരോട് തന്നെ ഉദ്ഘാടനം നടത്താൻ നിർദ്ദേശിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ഈ പോലീസുകാരോട് സംസാരിക്കുമ്പോഴും ഒരു MLA പ്രോട്ടോകോൾ പ്രകാരം തന്നെക്കാൾ ഒരുപാട് മുകളിലുള്ള ഒരു MLA തന്നോട് നിർദ്ദേശിച്ചപ്പോൾ തനിക്കത് അവഗണിക്കാൻ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നുള്ളതാണ്. എന്തുതന്നെയാണെങ്കിലും കർശന നടപടി എന്നുള്ള രീതിയിൽ അന്വേഷണ വിധേയമായിട്ടാണ് നിലവിൽ KP സിദ്ദീഖിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം തുടർ നടപടികളും മേൽ നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.